ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് സമാഗതമായിരിക്കുകയാണ്. ആദ്യമായി തന്നെ എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നു. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കോരിത്തരിക്കുന്ന തണുപ്പും ഇളം കാറ്റും ആഘോഷ തിമിർപ്പും യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള ഓർമ്മകളും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ക്രിസ്മസ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാപം നിറഞ്ഞ പഴയ വഴികൾ ഉപേക്ഷിച്ച് പുതിയ വഴികൾ തേടി ഒരു പുതിയ മനുഷ്യനാവുക എന്നത് തന്നെയാണ്. ഈ പുതുതലമുറ പഴയ വഴികൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? വഞ്ചനയും അസൂയയും വിദ്വേഷവും അധികാരമോഹവും നിറഞ്ഞ് പരസ്പരം പടവെട്ടുന്ന ഈ ലോകത്ത് സഹോദരങ്ങളെ മനസ്സിലാക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? പാപത്തിൽ നിന്ന് പിന്മാറി ദൈവത്തോടു കൂടെ വസിക്കുക, അതാണ് ദൂതന്മാർ ഉദ്ഘോഷിച്ചത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ അവസരത്തിൽ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും നല്ല സന്ദേശങ്ങൾ ക്രിസ്മസ് നമുക്ക് പകർന്നു നൽകുന്നു. തന്നെ ദ്രോഹിച്ചവരോട് യാതൊരു വിദ്വേഷവും കൂടാതെ ക്ഷമിച്ചിരുന്ന യേശു ക്രിസ്തുവിന്റെ ജീവിതം എന്ന വലിയ സന്ദേശമാണ് ക്രിസ്മസ് മാനവർക്ക് പകർന്നു നൽകുന്നത്. യേശുവിന്റെ ത്യാഗപൂർവമായ ജീവിതത്തെ ലോകം മുഴുവൻ അറിയിക്കുക, ആ സ്മരണയിൽ അത് സ്വജീവിതത്തിൽ ഏറ്റുവാങ്ങുക. ഈ ഏറ്റുവാങ്ങലിലൂടെയാണ് നാം യഥാർത്ഥമായി ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്. ഡിസംബർ മാസം നക്ഷത്രങ്ങളുടെ മാസമാണ്. നക്ഷത്രങ്ങൾ പ്രതീക്ഷയുടെ അടയാളമാണ്. ജാതി മത ഭേദമന്യേ സർവർക്കും പ്രിയങ്കരമായ ഒരു ദിനം കൂടിയാണ് ക്രിസ്മസ്. വലിയ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വരവിനായി അഹങ്കാരം വെടിഞ്ഞ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും വേണ്ടി സേവനം ചെയ്തുകൊണ്ട് ത്യാഗപൂർവമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് ഈ ക്രിസ്തുമസ് നമുക്ക് അർത്ഥവത്താക്കാം. ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.